ഈണം പൂത്തനാൾ മധു തേടിപ്പോയി ദൂരെ ചാരെ കതിരാർന്നു പൂവനങ്ങൾ. അന്ന് 1935 ഒരു പവൻ സ്വർണത്തിൻ്റെ വില എത്രയാണെന്നറിയാമോ? 8 രൂപ. ഈ അടുത്ത കാലത്ത് വലിയ വിലക്കയറ്റമായിരുന്നു അദ്ദേഹത്തിന്. ഒരുപാട് ബാങ്കിങ് സ്ഥാപനങ്ങളുടെ ഒരു ആസ്ഥാനം തൃശ്ശൂരാണ്. നീമ തന്നെ മാർക്കിട്ട ഔട്ട് ഓഫ് 10 എത്ര മാർക്ക് കിട്ടും? അപ്പോൾ അത് എക്കോണമീനെ ബാധിക്കുകയാണ് ചെയ്തത്. ഇപ്പം നമ്മുടെ ഗവൺമെൻറ് പറയുന്ന 5 അല്ലെന്നാണ്. ആ സ്ട്രെസ് ഇല്ലാതെ കയറുന്ന ആൾക്കാരെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും. എന്ന മട്ടിൽ ഇന്റർവ്യൂവിന് വന്നിരിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വിശ്വാസം അതല്ലേ എല്ലാം എന്നല്ലേ പറയാറ്. ഓക്കെ, എന്താണ് വിശ്വാസം വിശ്വാസം അതല്ലേ എല്ലാം അല്ലേ. കേരളത്തിൽ ഏറ്റവും സമഗ്രമായി ഒരു PSC പ്ലാറ്റ്ഫോം നടത്തുന്ന മോക്ക് ഇൻ്റർവ്യൂ പ്രോഗ്രാം. യഥാർത്ഥ ഇൻ്റർവ്യൂവിൻ്റെ അനുഭവം, വിദഗ്ധരുടെ വിലയിരുത്തൽ, കൃത്യമായ ഫീഡ്ബാക്ക്. നിങ്ങളുടെ വിജയത്തിലേക്ക് നയിക്കാൻ PK ലേണിംഗ്സ് പങ്കുവയ്ക്കുന്നു സെക്രട്ടേറിയൽ അസിസ്റ്റന്റ് മോക്ക് ഇൻ്റർവ്യൂ പ്രോഗ്രാം. May I come in, sir? May I come in, sir? Come. Good morning, ma'am. Good morning, sir. Good morning. Take your seat, please. Thank you, ma'am. Okay. Just make an introduction of yourself. My name is Neema Tony. I am from Alagappa Nagar, Thrissur district. I graduated in BCom, specialized in banking and insurance from St. Thomas College, Thrissur. My hobbies are listening to music, singing songs. My strengths are cooperative, understanding and listening skills. And this is all about me. Thank you. Okay. Shall I ask you a question? Yes. From banking itself? Yes, ma'am. Yeah. When was Reserve Bank of India started? 1935. 1935. Then how much currency backing was kept and in what form? What do you mean by currency backing? We are using paper currency, a small piece of paper. Yes. And it's assigned value is 1,000 rupees, 500 rupees, 200 rupees, like that. Yes. That doesn't mean that that small piece of paper contains that value. So in order to assure confidence in the minds of the customers, it should have some backing. എപ്പോഴെങ്കിലും ആർക്കെങ്കിലും സംശയം തോന്നി ഈ പേപ്പറോ എന്ന് തോന്നിയ കൊണ്ടുവരൂ, ഞങ്ങൾ പകരം തരാം എന്ന് പറഞ്ഞ് സംതിങ് ബാക്കിംഗ് ആയിട്ട് വെക്കണം. അതെന്താണ്? ഈ അടുത്ത കാലത്ത് വലിയ വിലക്കയറ്റമായിരുന്നു അദ്ദേഹത്തിന്. ഗോൾഡ് മാത്രമല്ല, എന്ത് പറഞ്ഞുകൊണ്ടാ മറ്റേ നമ്മുടെ ട്രംപ് ഭരണത്തിൽ വന്നത്? എന്താ മാഗാ എന്ന് പറഞ്ഞാൽ? മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. പത്രം ഒന്നും വായിക്കാറില്ല അല്ലേ? Yes, ma'am. ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണോ ഇതൊക്കെ മറന്നു പോകുന്നേ? താൻ കൊച്ചുകുട്ടിയല്ലേ, എന്നെ പോലെ വല്യമ്മയല്ലല്ലോ, അപ്പോൾ മറക്കാവോ? അപ്പോൾ എന്താ ഈ പിന്നെ എങ്ങനെയാണ് അമേരിക്ക ഗ്രേറ്റ് ആക്കാമെന്ന് പറഞ്ഞത് ട്രംപ്? റിസർവ് അത് തന്നെ കേൾക്കാൻ വയ്യല്ലോ. അമേരിക്കൻ ഡോളറിനെ മൂല്യമുള്ളതാക്കുക ഒന്ന് അല്ലേ? പിന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട്, പോട്ടെ, അമേരിക്കൻ ഡോളർ എടുക്കുക, അമേരിക്കൻ ഡോളറിനെ മൂല്യമുള്ളതാക്കുക എന്നൊക്കെയാണ് പറഞ്ഞു. അപ്പോൾ എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ബാക്കിംഗ് ആയിട്ട് എന്തൊക്കെയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഗോൾഡ് ഉണ്ട്, അമേരിക്കൻ ഡോളർ, പൗണ്ട് സ്റ്റേർലിംഗ്, ജാപ്പനീസ് യെൻ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട വേൾഡ് കറൻസീസും ഉണ്ട് ഈ ഇതിനകത്ത്. ഇനി ഞാനതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല, പഠിച്ച് മിടുക്കിയായ തനിക്ക് കൊള്ളാം കേട്ടോ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, റൺ ഓൺ എ ബാങ്ക്, വാട്ട് യു മീൻ ബൈ റൺ ഓൺ എ ബാങ്ക്? ആഹാ, അത് പറഞ്ഞുകൂടാ അല്ലേ? താൻ എന്താ പഠിച്ചിരിക്കണേ? ബികോം. അത് കഴിഞ്ഞിട്ട് എന്തിനാ പഠിച്ചിരിക്കുന്നത്? ബാങ്കിങ്. എന്നിട്ടാ ഈ പറയുന്നത്
അപ്പോൾ ഇങ്ങനെ പറയാൻ പാടില്ല കേട്ടോ. പറഞ്ഞാൽ തനിക്ക് മാർക്കിടില്ല ആരും. സോ ഇതൊക്കെ പഠിക്കണം. ഇതൊക്കെ എന്ന് വെച്ചാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫങ്ഷൻസ് ആൻഡ് വർക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. റിസർവ് ബാങ്കിൻ്റെ തന്നെ വലിയൊരു പുസ്തകം 1982 എഴുതിയത്. അത് പിന്നെ അപ്ഡേറ്റ് ചെയ്ത് വരും. എൻ്റെ അലമാരിയിലുണ്ട് ആ പുസ്തകം. പിന്നെ എന്താ തനിക്കില്ലാത്തത്? ബാങ്കിങ് പഠിക്കുന്ന ഒരു കുട്ടിയല്ലേ അത് വാങ്ങിച്ചു വയ്ക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത്. ഒക്കെ അങ്ങനെയൊക്കെ വേണം. നമ്മൾ നന്നായിട്ട് വായിച്ച് വേണം നമ്മുടെ സബ്ജക്റ്റിൽ തറോ ആകാനായിട്ട്. ആരെയും ബീറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മുടെ സബ്ജക്റ്റിൽ നമ്മൾ തറോ ആവണം. ഓക്കെ, എന്നാലേ ടെസ്റ്റ് എഴുതിയാലും ജയിക്കുകയുള്ളൂ, അല്ലാതെ ജയിക്കില്ല. അപ്പോൾ റൺ ഓൺ എ ബാങ്ക് എന്താണ്, അതുപോലെ റിസർവ് ബാങ്ക് എന്നാണ് തുടങ്ങിയത്, റിസർവ് ബാങ്കിൻ്റെ ബാക്കിങ്ങിൽ 112 കോടിയുടെ സ്വർണ്ണം, അന്നത്തെ 112 കോടിയുടെ സ്വർണം. അന്ന് 1935 ഒരു പവൻ സ്വർണത്തിൻ്റെ വില എത്രയാണെന്നറിയാമോ? 8 രൂപ. ആ സമയത്ത് 112 കോടിയുടെ സ്വർണ്ണമാണ് ബാക്കിംഗ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ റിസർവ് ബാങ്കിൽ എന്തോരം ബാക്കിംഗ് ഉണ്ടെന്നറിയാമോ? 880 ടൺ സ്വർണം. ഇനി ഞാനൊന്നും പറയുന്നില്ല കേട്ടോ. ഞാൻ ഒത്തിരി തോറ്റുപോയി തന്നെ. അങ്ങനെ എന്നെ സോറി പറയിപ്പിക്കരുത്. തൻ്റെ വിജയത്തിന് വേണ്ടി ഞാനിതൊക്കെ ചോദിച്ചത്. ഓക്കെ. ഇനി ആരുടെ അടുത്തും ഇങ്ങനെ ചെന്ന് തല കുനിക്കാൻ ഇട വരരുത്. ഒക്കെ പഠിച്ചു വേണം പോകാനായിട്ട്. ഓക്കെ. നീമ 4 റാങ്ക് ലിസ്റ്റുള്ള ആളാണല്ലേ? എല്ലാം റിട്ടേൺ എക്സാമിനേഷൻ ഉള്ള റാങ്ക് ലിസ്റ്റുകളല്ലായിരുന്നു? റിട്ടേൺ മാത്രം ഉള്ളത്? അല്ല, ഒരെണ്ണത്തിന് മാത്രം അസിസ്റ്റന്റ് മാനേജർക്ക് മാത്രമാണ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. നിയമയ്ക്ക് ഇതൊന്നും അറിഞ്ഞൂടാ. മാഡം ചോദിച്ച ചോദ്യത്തിൻ്റെ ഒന്നും ഉത്തരവ് നിയമയ്ക്ക് അറിഞ്ഞൂടാത്തത് കൊണ്ടല്ല പറയാൻ പറ്റാത്ത. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അറിയാത്തതുകൊണ്ട് പിന്നെ ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നില്ല. യു ആർ ഗുഡ് അറ്റ് സിംഗിങ്. രണ്ടുപേരും പാട്ടൊന്ന് പാടാൻ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി ദൂരെ ചാരെ കതിരാർന്നു പൂവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ. Good. You sing very well. Thank you, sir. That means that is your core competent area. ശരിയല്ലേ? അപ്പോൾ ഈ പഠിക്കുന്ന സമയത്തും യു ക്യാൻ യൂസ് ദാറ്റ് വൺ. യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ലിസണിങ് മ്യൂസിക് ഓൾസോ. ഇപ്പോൾ പുതിയ ആപ്പുകളുണ്ട്. നമുക്ക് പഠിക്കാൻ ഏറ്റവും പ്രയാസപ്പെട്ട കാര്യങ്ങൾ അതിനകത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക്കിൽ അത് നമുക്ക് തരും. ഈ ബാങ്കിങ് മാഡം ചോദിച്ച ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ആപ്പിനകത്തോട്ട് കൊടുത്താൽ നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക്കായിട്ട് കേട്ട് ചെവി കേട്ടുകൊണ്ട് പഠിക്കാം. ആൻഡ് യു ക്യാൻ ഡാൻസ് വിത്ത് ഇറ്റ് ഓൾസോ. അപ്പോൾ ഈ മുഖത്ത് എന്തെങ്കിലും മാറും? ടെൻഷൻ മാറി നമ്മളെന്താവും? ഹാപ്പി ആവും അല്ലേ? നീമയെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കുന്ന വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? I'm an understanding friend. You are an understanding friend. Listening skill ഉണ്ട്. And a cooperative person. കോപ്പറേറ്റീവ് പേഴ്സൺ ആണ്. നല്ലൊരു പഠിപ്പിസ്റ്റുമാണ്. എല്ലാത്തിനും ഫസ്റ്റ് ക്ലാസ് മേടിച്ചിട്ടുണ്ട്. ഈ പിന്നെ നമ്മുടെ സ്കൂളുകളിലൊക്കെ വെറുതെ എല്ലാത്തിനും പാസ് കൊടുക്കുന്നത് പോലെ തന്നതാണോ? അത് ഞാൻ വിശ്വസിക്കണം. ICSEക്കാണ് ഫസ്റ്റ് ക്ലാസ് മേടിച്ചിരിക്കുന്നത്. ഞാൻ അങ്ങനെ വെറുതെ പറഞ്ഞതാണ്. ഞാൻ ചോദിച്ച ചോദ്യങ്ങളൊക്കെ സാധാരണ ആരും നോക്കിയിരിക്കുന്ന ചോദ്യങ്ങളല്ല. പക്ഷെ അതെല്ലാവരും ബാങ്കിങ് ഒക്കെ പഠിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ബേസിക്സാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ സാധാരണ ടീച്ചേഴ്സും വായിക്കത്തില്ല, പഠിപ്പിക്കത്തുമില്ല. അത് ഞാൻ തന്നെ മാത്രം പറയുന്നില്ല. പക്ഷെ ടീച്ചേഴ്സിനെ കുറ്റപ്പെടുത്തരുത്. നമ്മുടെ ഉത്തരവാദിത്തം നമ്മൾ പഠിക്കാനുണ്ട്. നീമ, തൃശ്ശൂർ നല്ല വരുന്നു. തൃശ്ശൂരിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞേ. ഒന്ന് നല്ലപോലെ ഇരുന്നേ, കസേരയെ നല്ലപോലെ കയറിയിരുന്നേ. ഉഷാറായിട്ടിരിക്കും. ഒന്ന് പറഞ്ഞേ തൃശ്ശൂരിനെ കുറിച്ച് അറിയാവുന്ന എന്തൊക്കെ, എന്താണ് തൃശ്ശൂരിൻ്റെ ഒരു പ്രാധാന്യം? സാംസ്കാരിക നഗരമാണ്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കൾച്ചറൽ ഫെസ്റ്റിവൽ. അല്പം കൂടെ ഒച്ചത്തിൽ പറയാമോ? ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കൾച്ചറൽ ഫെസ്റ്റിവൽ തൃശ്ശൂർ പൂരമാണ്. കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് വിശേഷിപ്പിക്കുന്നത് കലാമണ്ഡലം. അതൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്.
ആർട്ട് ഫോംസ് ഒക്കെ പഠിപ്പിക്കുന്നത്, കഥകളി, അതേപോലെ മോഹിനിയാട്ടം അങ്ങനെയുള്ളത്. പിന്നെ കേരള സാഹിത്യ അക്കാദമി, അതും ഒരു എന്താ പറയുക, സാഹിത്യത്തിൻ്റെ ആ ഒരു കോർ ക്യാപിറ്റലായിട്ട് തൃശ്ശൂർ നിൽക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരിത്. തൃശ്ശൂരിൽ യുനെസ്കോൻ്റെ തന്നെ ഹെറിറ്റേജ് സൈറ്റ് ആയിട്ടുള്ള വടക്കുനാഥൻ സ്ഥിതി ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ചേർച്ച് ആയിട്ടുള്ള പുത്തൻപള്ളി ഇസ് ഓൾസോ സിറ്റുവേറ്റഡ് ഇൻ തൃശ്ശൂർ. മെയിനായിട്ടുള്ള ബിസിനസ് മാഗ്നറ്റ്സ് തൃശ്ശൂരിൽ നിന്നാണ് ബേസ് ചെയ്തേക്കുന്നത്. MA യൂസഫലി, രവി പിള്ള അങ്ങനെയുള്ളവർ. പിന്നെ ഗോൾഡ് ജ്വല്ലറിയിലുള്ള മെയിനായിട്ടുള്ള ആൾക്കാർ, ജോയ ലുക്കാസ് അങ്ങനെയുള്ളവരൊക്കെ തൃശ്ശൂർ ബേസ്ഡ് ആണ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട. കോമേഴ്സ് ബിരുദധാരിയാണ്ട് ചോദിക്കുക, എന്തുകൊണ്ടാണ് ഈ ഒരുപാട് ബാങ്കിങ് സ്ഥാപനങ്ങളുടെ ഒരു ആസ്ഥാനം തൃശ്ശൂരാണ്? എന്താ കാര്യം? അങ്ങനെയാണോ? ഞാൻ പറഞ്ഞത് ശരിയാണോ സ്റ്റേറ്റ്മെന്റ്? ശരിയാ. എന്തുകൊണ്ടാണ്? ശ്രദ്ധിച്ചിട്ടുണ്ടോ കോമേഴ്സ് ബിരുദധാരി എന്നുള്ള നിലയ്ക്ക്? നോക്കിയിട്ടില്ല. ഈ സ്ഥാപനങ്ങൾ എന്തുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്? നിങ്ങൾ നല്ല ആൾക്കാരെ ഉണ്ടല്ലേ, അവരെ പൊളിക്കത്തില്ലെന്ന് വിശ്വാസമുണ്ടല്ലോ. കൂടുതലും ബിസിനസ് മാഗ്നറ്റ്സ് അവിടെ ബേസ് ചെയ്തേക്കുന്നു. എന്താ കാര്യം എന്നാ ചോദിച്ചത്? നിങ്ങളിലുള്ള വിശ്വാസം, തൃശ്ശൂരിലുള്ള വിശ്വാസം കൊണ്ടാണെന്നാണ് എൻ്റെ ചോദ്യം. അത് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? അതുകൊണ്ടായിരിക്കാം. വിശ്വാസം അതല്ലേ എല്ലാം എന്നല്ലേ പറയാറ്. ഓക്കെ, എന്താണ് വിശ്വാസം വിശ്വാസം അതല്ലേ എല്ലാം അല്ലേ. ഇവിടെ മാം ചോദിച്ച ട്രംപിൻ്റെ അടുത്തോട്ട് വരാം. ട്രംപ് ഈ കൊമേഴ്സിൻ്റെ ആളായതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ട്രംപ് വിശ്വസിക്കുന്നത് താരിഫ്, അതായത് ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ശരിയാക്കാമെന്നാണ്. റൈറ്റ്? ആ ലോജിക്ക് ശരിയാണ്. ആ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ പുറത്ത് ചുങ്കം ഏർപ്പെടുത്തിക്കൊണ്ട് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ രക്ഷപ്പെടുത്താം എന്ന് അദ്ദേഹം കരുതുന്നുണ്ട്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ ആക്കാം എന്ന് അദ്ദേഹം അത് ആ ലോജിക്ക് ശരിയാണ്? നിങ്ങളൊരു കോമേഴ്സ് ടാക്സും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നവരെന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ശരിയല്ല. എന്തുകൊണ്ട് ശരിയല്ല? ഇങ്ങനെ താരിഫിന്റെ റെസ്ട്രിക്ഷൻസ് വന്നപ്പോൾ ഡോളറിന്റെ വിലയിൽ കുറയല്ലേ ചെയ്തത്. അതുകൊണ്ടാണ് ഗോൾഡില് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ, അങ്ങനെയാണ് ഗോൾഡിന്റെ പ്രൈസ് ഇൻക്രീസ് ആയേക്കണത്. അപ്പൊ അത് എക്കോണമീനെ ബാധിക്കുകയാണ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾക്കെതിരെ അദ്ദേഹം 50% താരിഫ് ഏർപ്പെടുത്തി. റൈറ്റ്? അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കും? നമ്മൾ മെയിനായിട്ട് ഇമ്പോർട്ട്സിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അമേരിക്കയിലേക്ക് നമ്മളൊന്നും കയറ്റുമതി ചെയ്യുന്നില്ലേ? കയറ്റുമതി ചെയ്യുന്നുണ്ട്, പക്ഷേ അമേരിക്ക ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തുമ്പോൾ ഇമ്പോർട്ടിന് പ്രശ്നം വരുമോ? നമ്മുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്നതിന് അമേരിക്കയിലോട്ട് കയറ്റുമതി ചെയ്യുന്നതിനല്ലേ പ്രശ്നം വരും? താരിഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? താരിഫ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ പുറത്ത് അവർ ഏർപ്പെടുത്തുന്ന ടാക്സിനാണ് ചുങ്കം എന്ന് പറയുന്നത്, താരിഫ് എന്ന് പറയുന്നത് അല്ലേ? അതായത് ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നു, അവിടെ ചെല്ലുന്ന ഉൽപ്പന്നങ്ങൾക്ക്, ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അവർ 50% ചുങ്കം ഏർപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ഉൽപ്പന്നത്തിന് വലിയ വില കൂടും അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് അമേരിക്കക്കാർക്ക് അത് വാങ്ങിക്കാൻ കഴിയാത്ത സ്ഥിതി വരും ഇല്ലേ? അപ്പം നമുക്ക് കയറ്റുമതി ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മുടെ ഉൽപ്പന്നങ്ങൾ വേണ്ടാന്ന് അവർ പറയും. 50% താരിഫ് ഏർപ്പെടുത്തിയിട്ടില്ല വരുന്നു. റൈറ്റ്? കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണേ. ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് ഞാൻ നിർത്താം. ഇന്ത്യ ലോക സമ്പദ് വ്യവസ്ഥയിൽ ഇപ്പോൾ റാങ്കിൽ എത്രാമത് നിൽക്കുക? 5. ഇപ്പം നമ്മുടെ ഗവൺമെൻറ് പറയുന്നത് 5 അല്ലെന്നാണ് പറയുന്നത്. ലേറ്റസ്റ്റ് 4-മത്താണെന്നാണ് ക്ലെയിം ചെയ്യുന്നത്. വേൾഡ് ബാങ്കിന് മറ്റൊന്ന് ഒരു അപ്രൂവ് അങ്ങനെ റിപ്പോർട്ട് വന്നിട്ടില്ല. എങ്കിലും നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞു നമ്മൾ 4-മത് എത്തി എന്ന് പറഞ്ഞു. റൈറ്റ്? ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇദ്ദേഹം ചോദിച്ച ആ ചോദ്യത്തെ പറ്റി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ അതൊന്നും പറയാനായിട്ട് നിൽക്കുന്നില്ല. എങ്കിലും താൻ തൃശ്ശൂരിനെ പറ്റിയൊക്കെ പറഞ്ഞു. തൃശ്ശൂർ കലാമണ്ഡലത്തിൻ്റെ പിന്നെ സാരഥി ആരാ ഇപ്പോൾ? മല്ലിക സാരാഭായ് അല്ലേ? ഈ അടുത്ത നാളിൽ കലാമണ്ഡലത്തിൻ്റെ പ്രവർത്തനം ഇങ്ങനെ പോരെന്നും പറഞ്ഞൊരു കമൻറ്റ് പുള്ളി പാസ്സാക്കിയിരുന്നു. ഗവൺമെൻറ്റിനെ വ്രണപ്പെടുത്തുന്ന ഒരു കമൻറ്റ്. ഓർമ്മയുണ്ടോ എന്താണതെന്ന്? എങ്കിൽ വീട് ചെല്ലുമ്പോൾ പഴയ പത്രങ്ങളൊന്നും എടുത്ത് മറിച്ച് നോക്കണം കേട്ടോ. ഒരുപാട് പഴയ അല്ല, ഒരു
മേ ബി ഒരു 3 മാസം. 2 ആഴ്ചയൊക്കെ ആയി കാണാം അങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ട്. 2 ആഴ്ച അല്ല, ഓണത്തിന് മുമ്പാണ്. ഓണത്തിന് മുമ്പാന്ന് തോന്നുന്നു, 1 മാസമൊക്കെ മുമ്പാണ് കമൻറ്റ് വന്നിരിക്കുന്നത്. ഒന്നെടുത്ത് നോക്കണം എന്താണ് അത്. സർക്കാരിനെ തീരെ ക്ഷീണിപ്പിക്കുന്ന ഒരു കമൻറ്റാണ് പാസ്സാക്കിയത്. ഓക്കെ, അപ്പം എന്താണ്, ബാങ്കിങ് പഠിക്കുന്ന കുട്ടി കുറച്ചും കൂടി നന്നായിട്ടൊക്കെ പിന്നെ ബാങ്കിങ് പഠിക്കണം. ബാങ്കിൻ്റെ വിവിധ വശങ്ങളിലേക്ക് റൺ ഓൺ എ ബാങ്ക്, ഒരു വാക്ക് ഞാൻ പറഞ്ഞേക്കാം, എല്ലാവരും കൂടി പേടിച്ചിട്ട് എന്തെങ്കിലും ആരെങ്കിലും ഒരു കിംവദന്തി പറഞ്ഞാൽ മതി, ഒരു ബാങ്കിനെ പറ്റി ഇതാ പൊട്ടാൻ പോകുമെന്ന് പറഞ്ഞാൽ മതി, ഡെപ്പോസിറ്റേഴ്സിനൊക്കെ പേടിയാവും. അവരെല്ലാവരും കൂടി എൻ്റെ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ് കൂടും. അങ്ങനെ ചെല്ലണതാണ് റൺ ഓൺ എ ബാങ്ക് എന്ന് പറഞ്ഞാൽ. റൺ ഓൺ എ ബാങ്ക് ഉണ്ടായാൽ നല്ല ശക്തമായ ബാങ്ക് പോലും പൊട്ടാനുള്ള സാധ്യതയുമുണ്ട്. അതാണ് റൺ ഓൺ എ ബാങ്ക് എന്ന്. അതൊക്കെ ടെക്നിക്കലായിട്ട് നോക്കിക്കോണം കേട്ടോ, അങ്ങനെ നോക്കി പഠിക്കുക. അപ്പോൾ താൻ നന്നായി പഠിക്കുകയാണെങ്കിൽ തനിക്ക് ഈസി ആയിട്ട് ഈ പറയപ്പെട്ട ഈ സർവീസിൽ കയറാൻ പറ്റും. അങ്ങനെ കയറി മിടുക്കിയാകണം, ഒന്നിനോടും തോറ്റു കൊടുക്കരുത് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ വരുമ്പോൾ നല്ല ധൈര്യമായിട്ട് വരണമെങ്കിൽ പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മുടെ തല നിറഞ്ഞിരിക്കണം. തല നിറഞ്ഞിരിക്കാത്തത് കൊണ്ടാണ് ധൈര്യമായിട്ട് നിൽക്കാൻ പറ്റാത്തത്. എന്നുവെച്ചാൽ നന്നായിട്ട് പഠിച്ച് വരണം, നന്നായിട്ട് വായിക്കണം, ധാരാളമായിട്ട് വായിക്കണം, പത്രം വായിക്കണത് ഓർത്തിരിക്കുന്നില്ലെങ്കിൽ പത്രം എടുത്ത് കെട്ടിപ്പടിക്ക് വെക്കണം, ആവശ്യമുള്ളത് കുറിച്ചെടുത്ത്. അങ്ങനെയൊക്കെ മുമ്പോട്ട് പോയാലേ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസൊക്കെ പാസ്സാകാൻ പറ്റുള്ളൂ. അല്ലാതെ എല്ലാം റിക്കളക്ട് ചെയ്ത് ഒരു കമ്പ്യൂട്ടറല്ല, ഒരു പരിധി വരെ ഒരു കമ്പ്യൂട്ടർ, അത് അപ്പുറമല്ല. അതുകൊണ്ട് നമ്മൾ വേണമെങ്കിൽ ഇതൊക്കെ ശേഖരിച്ച് വെക്കുക. അതിനെ കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തി വെക്കാവുന്നതേ ഉള്ളൂ, നമ്മുടെ തല കമ്പ്യൂട്ടറല്ല, അല്ലാത്ത കമ്പ്യൂട്ടർ. ഓക്കെ, നീമയുടെ കോൺഫിഡൻസ് ലെവലിനെ നീമ അതിനെ മാർക്ക് ഇട്ടാൽ ഔട്ട് ഓഫ് 10 എത്ര മാർക്ക് ഇടും? 5. അയ്യോ, അത്ര കുറവൊന്നും വേണ്ട. അത്ര കുറവ് ഇടുന്നോളൂ. നല്ല ടെൻഷൻ ഉണ്ട്, നല്ല ടെൻഷൻ. അത് മുഖത്തുണ്ട്, ടെൻഷൻ ഉണ്ടെന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എത്ര മാർക്ക് ഇടുമെന്ന് ചോദിച്ചാൽ. ഇപ്പം നമ്മുടെ എല്ലാ മനുഷ്യർക്കും എന്തുണ്ട്, ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾക്കും ഞങ്ങളുടെ മനസ്സിനകത്ത് എന്തുണ്ട്, ടെൻഷനുണ്ട്. കാരണം നിങ്ങൾക്ക് ചോദ്യം ചോദിക്കുന്നത് നല്ല ടെൻഷനോട് കൂടിയാണ്, ശരിയല്ലേ? നമ്മളുടെ മനസ്സിനകത്തെ ടെൻഷൻ വേറൊരാൾക്ക് ബോധ്യപ്പെടാത്ത രീതിയിൽ നമുക്ക് എത്രമാത്രം കവറപ്പ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇൻ്റർവ്യൂവിൽ നമ്മുടെ സക്സസ് എന്ന് പറയുന്നത്. ലോകത്തെ ഏത് ഇൻ്റർവ്യൂവിന് ചെയ്യുന്ന ആൾക്കും എന്ത് വേണം, സ്ട്രെസ്സ് വേണം, ഓപ്റ്റിമം സ്ട്രെസ് എന്ന് പറയും. ആ സ്ട്രെസ് ഇല്ലാതെ കയറുന്ന ആൾക്കാരെ ഒറ്റ കൊണ്ടത്തെ നമുക്ക് മനസ്സിലാവും. ഈ ജോലിയുടെ ഒന്നും എനിക്ക് ആവശ്യമൊന്നുമില്ല, അപ്പം ഇഷ്ടം പോലെ കാശുണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ഞാനൊരു ഷോയ്ക്ക് വേണ്ടിയിട്ട് വന്നിരിക്കുന്നു എന്നേ ഉള്ളൂ എന്ന മട്ടിൽ ഇൻ്റർവ്യൂവിന് വന്നിരിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് ലോ സ്ട്രെസ് ഗ്രൂപ്പുകാരാണ്. പക്ഷേ നീമ അതിനകത്ത് വരും ഹൈ സ്ട്രെസ്സിൻ്റെയും കുറച്ചുകൂടെ മുകളിലോട്ട് വരും. അതും പെട്ടെന്ന് മനസ്സിലാവും. അതിൽ നിന്ന് നമുക്ക് നീമ മാഡം പറഞ്ഞ പ്രിപ്പറേഷൻ പ്ലസ് യുവർ പ്രാക്ടീസ്, ഇത് രണ്ടുമായിട്ട് ഒരു ഓപ്റ്റിമം സ്ട്രെസ്സിലേക്ക് എത്തി. ബിക്കോസ് യു ക്യാൻ സ്മൈൽ വെൽ, യു ക്യാൻ സിങ് വെൽ, കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ നന്നായിട്ട് പറയാനും അറിയാം. അപ്പം ഇനി അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചാൽ യു ക്യാൻ പ്രസൻറ്റ് ഇറ്റ് ബിഫോർ ദ ഇൻ്റർവ്യൂ ബോർഡ് വെരി കംഫർട്ടബിളി. പക്ഷെ നമ്മൾ എത്ര പഠിച്ചാലും നമ്മുടെ ഈ സ്ട്രെസ് ലെവൽ ഉയർന്നു നിന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കും, പറയാൻ പറ്റത്തില്ല. ആ ഒരു പ്രോബ്ലം ആർക്കുണ്ട്, നിമയ്ക്കുണ്ട്. അത് ഇന്നത്തെ ഈ മോക്ക് ഇൻ്റർവ്യൂ അത് മനസ്സിലാക്കിയാൽ ഫ്രം ടുഡേ ഓൺവേഴ്സ് യു പ്രാക്ടീസ് ഫോർ ഇറ്റ്. ദെൻ പഠിക്കുകയും ചെയ്യുക, പ്രാക്ടീസും ചെയ്യുക. യു ക്യാൻ സ്കോർ ദ എക്സാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. നീമ, ഈ നമ്മൾ ലോകത്തെല്ലാവർക്കും എല്ലാം അറിയാവോ? അറിഞ്ഞൂടാ. നിങ്ങളുടെ മുന്നിൽ 1 മാസമുണ്ട്, റൈറ്റ്? നിങ്ങൾ കോമേഴ്സാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കോമേഴ്സുമായി ബാങ്കിങ്ങും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് ഫ്രഷപ്പ് ചെയ്യുക, റൈറ്റ്? കറണ്ട് അഫയേഴ്സ് ഒന്ന് വായിക്കുക. ആരെങ്കിലുമൊക്കെ ആയിട്ടിരുന്ന് നിരന്തരമായി അതായത് ഇൻ്റർവ്യൂ നടത്തി നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ കിട്ടുമല്ലോ, സന്തോഷമല്ലേ? കാരണം അന്നേരം ഇപ്പോൾ സാറ് പാടാൻ പറഞ്ഞു, 1 സെക്കൻഡിനുള്ളിൽ നിമ പാടി. എന്താ കാര്യം, നിമയ്ക്ക് പാടാൻ കഴിയും. അതുപോലെ നമുക്ക് ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ കഴിയണം. ഉത്തരം പറയാൻ കഴിയണമെങ്കിൽ നമുക്ക് ഈ ഒരു കോൺഫിഡൻസും പ്രാക്ടീസും വേണം. അങ്ങനെ ചെയ്യാൻ കഴിയുമല്ലോ, മനസ്സിലല്ലേ? അങ്ങനെ ചെയ്യാൻ കഴിയും. അങ്ങനെ ചെയ്യാൻ കഴിയുന്നതിന് ഈ കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ ആയിട്ട് ഇരുന്ന് പഠിച്ച് മനസ്സിലാക്കി വേറെ ഇൻ്റർവ്യൂകൾ പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ പങ്കെടുത്ത് പോയാൽ സുഖമായിട്ട് ജയിക്കാം. കാരണം നിങ്ങൾ എന്തായാലും ഇതിനകത്ത് എഴുതി വയ്ക്കും പാട്ട് പാടാൻ കഴിയുമെന്ന്. മിക്കവാറും ഒരു പാട്ട് പാടിക്കും. ഒരു പാട്ടൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് മാർക്ക് അഡീഷണൽ വീഴും, മനസ്സിലായില്ല? അതിൻ്റെ കൂടെ നിങ്ങളുടെ ഈ പറഞ്ഞ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും കൂടെ പറയാൻ കഴിഞ്ഞാൽ യു വിൽ ബി സെലക്റ്റഡ്, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അതൊരു നിങ്ങളുടെ മുമ്പിൽ ഒരു മാസമുണ്ട്. ആ 1 മാസം നിങ്ങളുടെ വിധി നിർണ്ണയിക്കാൻ പോവുക, മനസ്സിലായില്ലേ? അപ്പോൾ പരമാവധി ഞാൻ പറയണത് പരമാവധി നോളജ് സംഘടിപ്പിക്കുക. മനുഷ്യ സാധ്യമായത് മതി, മനസ്സിലായില്ലേ?
ചില കാര്യങ്ങൾ അറിയില്ല എന്നങ്ങ് പറഞ്ഞാൽ മതി. ഐ ഡോണ്ട് നോ, ഐ വിൽ ലുക്ക് ഇൻ ടു ഇറ്റ് എന്ന് പറഞ്ഞാൽ തീർന്നു ആ പ്രശ്നം. അറിയാവുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയുക, അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറയുക, പരമാവധി നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോവുക. ദാറ്റ്സ് ഓൾ. റൈറ്റ്. വിഷ് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സർ. ഓക്കെ. താൻ ഇന്ന് തന്നെ ട്രിവാൻഡ്രത്ത് നിന്ന് പോകുക അങ്ങ് തൃശ്ശൂർക്ക്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ഓഫീസ് ട്രിവാൻഡ്രത്തുണ്ട്, ബേക്കറി ജംഗ്ഷനിൽ. ആ ബേക്കറി ജംഗ്ഷനിൽ RBIയുടെ ഓഫീസിൽ തന്നെ കിട്ടും RBI എഴുതിയ ബുക്ക്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫങ്ഷൻസ് ആൻഡ് വർക്കിംഗ് എന്നാണ് അതിൻ്റെ പേര്. അതിൽ അപ്ഡേറ്റഡ് 82-ലാണ് ബുക്ക് പബ്ലിഷ് ചെയ്തത് ആദ്യം. പക്ഷെ അത് അപ്ഡേറ്റ് ചെയ്തത് അപ്പോഴാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ളതും കിട്ടുക. കിട്ടുമെങ്കിൽ ഒരു കോപ്പി വാങ്ങിച്ചു വയ്ക്കുക. താൻ ബാങ്കിങ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് അതൊക്കെയാണല്ലോ ഏറ്റവും ആധികാരികമായിട്ട് കിട്ടേണ്ടത്. അതുകൊണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ നിന്ന് RBIയുടെ ഈ ഫങ്ഷൻസ് ആൻഡ് വർക്കിംഗ് തന്നെ വെബ്സൈറ്റിൽ കിട്ടും. അപ്പം ഇന്ന് അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് ഒരു കാര്യമില്ല. വീട്ടിൽ ചെന്നിരുന്ന് വെബ്സൈറ്റിൽ നോക്കിയാൽ മതി. ലോകത്തെ എല്ലാ വിവരങ്ങളും ഇപ്പോൾ വെബ്സൈറ്റിലുണ്ട്. അത് തന്നെ. അത് പക്ഷേ പിന്നെ എപ്പോഴും വെബ്സൈറ്റിനെ വിശ്വസിക്കരുത് കേട്ടോ. കാരണം പല കാര്യങ്ങളിലും വെബ്സൈറ്റ് നമ്മളെ തെറ്റ് പറഞ്ഞു തരുന്നു. അങ്ങനെയുണ്ട്. അതായത് ഗൂഗിളിൽ പോകുമ്പോൾ ഗൂഗിൾ നമുക്ക് തെറ്റ് തരുന്ന അവസരങ്ങളും ഉണ്ട്. അതിൻ്റെ എക്സാമ്പിൾ എനിക്കിപ്പോൾ പറയാൻ പറ്റും, പക്ഷേ ഇപ്പം സമയമില്ല. വേറെ ഇനി കുട്ടികൾ നിൽക്കുക, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നല്ല എക്സാമ്പിൾസ് ഉണ്ട്, വളരെ നമ്മുടെ പാർലമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെ. തെറ്റായിട്ട് നിയമം പാസ്സാക്കുന്നതിനെടുത്ത മാർഗ്ഗങ്ങൾ. അപ്പോൾ ഗൂഗിളിൽ തപ്പി എനിക്ക് തന്നെ തെറ്റായിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഗൂഗിളിൽ തപ്പിയപ്പോൾ. അപ്പോൾ എനിക്കറിയാം ഇത് അല്ലെന്ന്. പിന്നെ ഞാൻ വേറെ സോഴ്സ് തപ്പിയാണ് അതിൻ്റെ യഥാർത്ഥ ഇത് കണ്ടുപിടിച്ചത്. അപ്പോൾ ഗൂഗിൾ തെറ്റുമെന്ന് എനിക്ക് തന്നെ അനുഭവമുണ്ട്. പക്ഷേ എങ്കിലും ഇത്തരം കാര്യങ്ങൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറുക, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തന്നെ റൈറ്റ്. കയറിയാൽ മതി. വിഷ് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. റൈറ്റ്. താങ്ക് യു മാം.